ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഞങ്ങൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണെന്ന് അറിയാൻ പോണത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലത്തേക്കാട്ടോ പോണത്, മസ്ജിദുൽ ജീറാനിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നിട്ട് പള്ളി രണ്ടാക്കാതെ നിസ്കരിക്കാം, ഇഹ്റാമിൽ രണ്ടാക്കാതെ നിസ്കരിക്കുന്നു കരുതിയിട്ട് നിസ്കരിക്കാം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞങ്ങളത് ജീറാൻ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ജീറാൻ മസ്ജിദിന്റെ പുറത്തുള്ള കാഴ്ചകള്. രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മളെ ഷെസ്മോൾക്ക് ഇതാ എന്തോ ഒരു മടി ഇട്ടോ നടക്കാനൊക്കെ. അപ്പോൾ ഇതാ ഉമ്മി എടുത്തിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് അവിടെ. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ടാവാം. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഉംറയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ സീനാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അൽഹംദുലില്ലാഹ്, ഇവിടെ 2 ഉംറ കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കത്തുനിന്ന് എടുത്ത് കൊണ്ടുവരല്ലേ, അതിൻ്റെ ഉള്ളൊരു പ്രശ്നമായിരിക്കാം. അങ്ങനെ ഞങ്ങളത് പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധമായ പള്ളിയിൽ നിന്നും ഇഹ്റാമിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഇവിടെ നിന്ന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള ലക്ഷക്കണക്കിനുള്ള ആളുകൾ പരിശുദ്ധ ഉംറയ്ക്കുള്ള ഇഹ്റാമിന് വേണ്ടി ഈ പുണ്യഭൂമിയിൽ എത്തുന്നത് അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിച്ച ഈ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാനും ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്യുവാനും ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണേ. ഇതാണിട്ട് നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷെസുദ ഉമ്മിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. ഇതാണ് സ്ത്രീകൾ നിസ്കരിക്കുന്ന പള്ളിയുടെ ഉൾഭാഗം. നമ്മൾ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം ആ ചുമരമുള്ള ഫ്ലെക്സിൽ നമുക്ക് ചൊല്ലാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചൊല്ലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ അബ്ബയും ഞങ്ങളെ ഗ്രൂപ്പിലത്തെ കുറച്ച് ആൾക്കാരും കൂടി ഇതിവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഉസ്താദ് പറഞ്ഞിരിക്കണേ എല്ലാവരും ഒരേ ഭാഗത്ത് തന്നെ നിൽക്കാൻ, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് തവാഫിന് വേണ്ടി പോകാനാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞങ്ങൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ മക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മക്കയിൽ എത്തിയിട്ടുണ്ട്.
അബൂജേലിൻ്റെ വീടാണിത്. പക്ഷെ ഇതിപ്പോൾ ബാത്റൂം ആക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യല്. ഷിസു ഷിസു സംസം എടുക്കാൻ പോയതിൻ്റെ സ്ഥലത്തിൻ്റെ തിരക്കാട്ടത്. നല്ല വേണം തിരക്കുണ്ട് ഇവിടെ. വെള്ളം കിട്ടും ഇവിടെ. മാഷാ അല്ലാ, ഇതാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. അതിനെ വിപുലീകരിച്ച് ഇപ്പോൾ ഇത് ലൈബ്രറി ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി പോകും. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിന് സൈഡിൽ തന്നെ ഉണ്ട് ഒരു ഷോപ്പ്. ഷെസ്മോൾക്ക് അതിൻ്റെ അടുത്ത് കൂടി പോയാൽ അവൾക്ക് അവിടുന്ന് സാധനം വാങ്ങണം, കഴിക്കാൻ എന്തെങ്കിലും. അപ്പം അപ്പം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിരുന്നു പറഞ്ഞാൽ ഇത് കടൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ തിരഞ്ഞെടുത്ത്, വേറെ ഒന്നും അവൾക്ക് ആവശ്യമില്ല കേട്ടോ.
ടയേർഡായപ്പോൾ അവിടെ ഇരുന്നിട്ടോ. അവിടെ ഉമ്മച്ചിൻ്റെ സീറ്റിലുണ്ടായിരുന്ന ഒരു താത്ത ഷെസൂനെ കണ്ടപ്പോൾ ഉമ്മ കൊടുക്കലും സലാം പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ലിഫ്റ്റിൽ കയറി റൂമിലോട്ട് പോവുകയാണേ. റൂം എത്തിയിട്ടുണ്ട്. അവൾക്ക് റൂമിൻ്റെ കാർഡ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അവൾക്ക് ഒറ്റയ്ക്ക് ഡോറ് തുറക്കണം എന്നിട്ടാ. അവൾ ഒറ്റയ്ക്ക് കാർഡൊക്കെ വെച്ച് അവൾ ഒറ്റയ്ക്ക് ഇതാ തുറന്നിട്ട ഡോറ്. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങളത് വീണ്ടും ഹറമിലോട്ട് എത്തിയിട്ടുണ്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തുള്ള ആൾക്കാരാണ് കേട്ടത് ഇവിടെ. ഇത് മഗ്‌രിബിന് ശേഷമുള്ളതാട്ടോ. അപ്പോൾ ഈ കണ്ട ആൾക്കാർ മൊത്തം നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.